ഹലോ വെൽക്കം ബാഗീസ്. അങ്ങനെ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ രണ്ടാം മത്സരത്തിനായിട്ട് ഇന്ത്യ തയ്യാറെടുക്കുകയാണ്. നാളെയാണ് രണ്ടാം മത്സരം സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു ഡേ നൈറ്റ് മാച്ചാണ്, പിങ്ക് ബോൾ ടെസ്റ്റാണ് നടക്കാൻ പോകുന്നത്. ആദ്യ മത്സരത്തിലെ ആധികാരികമായ വിജയത്തിന് ശേഷം രണ്ടാം മത്സരത്തിന് ഇറങ്ങുമ്പോൾ ഇന്ത്യൻ ലെവലിൽ മാറ്റം ഉണ്ടാവും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അതായത് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ മടങ്ങി വന്നിട്ടുണ്ട്. ബൂംറയുടെ ക്യാപ്റ്റൻസിയുടെ അണ്ടറിലായിരുന്നു ആദ്യ മത്സരം ഇന്ത്യ ജയിച്ചിട്ടുണ്ടായിരുന്നത്. രണ്ടാം മത്സരത്തിലേക്ക് വരുമ്പോൾ രോഹിത് ശർമ്മയുടെ അണ്ടറിലായിരിക്കും ഇന്ത്യ കളിക്കാൻ പോകുന്നത്. ആൻഡ് ദ തിങ് ഈസ്, ബാറ്റിംഗ് ഓർഡറിൽ കുറച്ച് ചേഞ്ചുകൾ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. ദേവദത്ത് പടിക്കൽ ലെവനിൽ നിന്ന് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതോടൊപ്പം തന്നെ അശ്വിൻ ലെവനിലേക്ക് വരാനുള്ള സാധ്യതകളും വളരെയധികം കൂടുതലാണ്. വിച്ച് മീൻസ് ചിലപ്പോൾ വാഷിംഗ്ടൺ സുന്ദർ പുറത്തിരിക്കാനുള്ള സാധ്യതകളാണ് കണ്ടുവരുന്നത്. കാരണം അശ്വിൻ പ്രീവിയസ്ലി കുഴപ്പമില്ലാത്ത പിങ്ക് ബോളിൽ ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു സംഭവം മനസ്സിൽ വിചാരിച്ച് ചിലപ്പോൾ ലെവനിലേക്ക് അദ്ദേഹത്തിനെ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ വേറൊരു കാര്യം, വാഷിംഗ്ടൺ സുന്ദറിലേക്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം പ്രാക്ടീസ് മാച്ചിൽ വലിയ കുഴപ്പമില്ലാത്ത ആൾ ബാറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലെവനിൽ അങ്ങനെ ഒരു കൺഫ്യൂഷൻ നിലനിൽപ്പുണ്ട്. ആൻഡ് നെക്സ്റ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓഫ് കോഴ്സ് ടോപ്പ് ഓർഡറിലേക്ക് പോകുമ്പോൾ രോഹിത് ശർമ്മ തന്നെയായിരിക്കും ജസ്റ്റിസ് ജയ്സ്വാളിൻ്റെ ഓപ്പണിംഗ് വരും. വൺ ഡൗൺ ആയിട്ട് മോസ്റ്റ് പ്രോബബിളി അവിടെ KL രാഹുലിനെ നമുക്കവിടെ എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് വേറൊരു കാര്യം പറയാനുള്ളത്, രോഹിത് ശർമ്മയെ സംബന്ധിച്ച് ഈ ഒരു സീരീസ് വളരെയധികം നിർണായകമാണ്. ആദ്യ മത്സരം പുള്ളി ഇല്ലാതെ അവിടെ ഇന്ത്യക്ക് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. രണ്ടാം മത്സരത്തിലേക്ക് വരുമ്പോൾ ക്യാപ്റ്റൻസി പുള്ളിയുടെ അണ്ടറിൽ വന്നു കഴിയുന്നു. അതോടൊപ്പം തന്നെ പുള്ളി ബോർഡർ ഗവാസ്കർ ട്രോഫിക്ക് മുന്നോടിയായിട്ടുള്ള ലാസ്റ്റ് പ്രാക്ടീസ് മാച്ചിൽ കാര്യമായിട്ട് ഇമ്പാക്റ്റുകളൊന്നും ഉണ്ടാക്കാതെ വിക്കറ്റായി പോവുകയായിരുന്നു. സോ പുള്ളിയെ സംബന്ധിച്ച് ഒരു ക്രൂഷ്യലായിട്ടുള്ള സീരീസ് തന്നെയാണിത്. കോഹ്ലി ഒരു കമ്പാക്ക് നടത്തിയിട്ടുണ്ട് ആദ്യത്തെ ടെസ്റ്റിൽ. അതെന്തായാലും ഇന്ത്യയെ സംബന്ധിച്ച് കോൺഫിഡൻസ് നൽകുന്ന ഒരു കാര്യമാണ്. വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കൗണ്ട് ചെയ്യുന്നതാണ് ഓരോ മത്സരങ്ങളും നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ച് വളരെയധികം നിർണായകമാണ്. ആക്ച്വലി ഇന്ത്യ ഒരു സൈക്കോ ടീമാണെന്ന് ചോദിച്ചു. കാരണം ന്യൂസിലാൻഡിനെതിരെ അവിടെ ഇന്ത്യ വേഴ്സസ് ന്യൂസിലാൻഡ് ടെസ്റ്റ് മത്സരത്തിൽ ക്ലീൻ സ്വീപ്പായിട്ട് പോയിട്ട് തിരിച്ച് അവിടെ ഓസ്ട്രേലിയയിൽ പോയി ആദ്യത്തെ മത്സരം അവരുടെ ക്യാപ്റ്റനായിട്ട് രോഹിത് ശർമ്മ ഇല്ലാതെ ബൂമറുടെ ക്യാപ്റ്റൻസി പോയി ജയിക്കുന്നു. രണ്ടാം മത്സരത്തിൽ ഇപ്പോൾ കളിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അഡ്ലൈഡ് ഓവറിലെ കാര്യങ്ങളെല്ലാം നമുക്കറിയാം. പ്രീവിയസ് ആയിട്ടുള്ള സ്കോർ കാർഡുകൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടാകും. ഇരു ടീമുകളും തമ്മിൽ അവിടെ ഏറ്റുമുട്ടപ്പോൾ കഴിഞ്ഞവണ ഉണ്ടായത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്ക് ഒരിക്കലും മറക്കാനാവാത്ത രീതിയിലുള്ളൊരു ഗെയിമായിരുന്നു. വളരെയധികം സങ്കടം തരുന്നൊരു കാര്യമാണ്. അവിടെ ഒരു കംബാക്ക് ഇന്ത്യയെ സംബന്ധിച്ച് വളരെയധികം ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. എന്തായാലും നിതീഷ് കുമാർ റെഡ്ഡി ലെവലിൽ സ്ഥാനം ഉറപ്പിക്കും എന്നുള്ള കാര്യം സംശയമില്ല. പ്രാക്ടീസ് മാച്ചിലും നല്ല ഇമ്പാക്റ്റുള്ള ഇന്നിങ്സ് തന്നെയാണ് താരം കളിച്ചിട്ടുണ്ടായിരുന്നത്. ബോൾ കൊണ്ടും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. പിങ്ക് ബോളിൽ എസ്പെഷ്യലി കുറച്ചുകൂടി ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ച് വളരെയധികം ക്രൂഷ്യലാണ്. എനിക്ക് ബോളിംഗ് സൈഡിനേക്കാൾ ഉപരി ബാറ്റിംഗ് സൈഡിലാണ് കുറച്ച് പ്രശ്നങ്ങൾ തോന്നിയിട്ടുള്ളത്. എന്തായാലും യശസ്വി ജയ്സ്വാൾ നല്ല കോൺഫിഡൻസോടുകൂടി ബാറ്റ് വീശുന്നത് വളരെയധികം സന്തോഷം തരുന്നൊരു കാര്യം തന്നെയാണ്. വേറെ ലെവലിൽ അങ്ങനെ കാര്യമായിട്ടുള്ള ചേഞ്ചുകൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെയധികം കുറവായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഒറ്റ സ്പിന്നറെ തന്നെയായിരിക്കും നമ്മൾ ഈ ഒരു മത്സരത്തിലും കൊണ്ടുവരാൻ പോകുന്നതെന്നാണ് തോന്നുന്നത്. പിന്നെ ഇന്ത്യയെ സംബന്ധിച്ച് പിങ്ക് ബോൾ ടെസ്റ്റ് ഞാൻ ആ ഒരു പ്രാക്ടീസ് സെഷനിലെ കുറച്ച് വീഡിയോസ് കണ്ടപ്പോൾ നന്നായിട്ട് ബാറ്റേഴ്സ് സ്ട്രഗിൾ ചെയ്യുന്ന പോലെ തോന്നി ബാറ്റ് ചെയ്യുമ്പോൾ. എന്തായാലും അതിനൊക്കെ പ്രതിവിധി ഈ ഒരു മത്സരത്തിൽ കൊണ്ടുവരാൻ സാധിക്കട്ടെ. നല്ലൊരു വിജയം നേടിയെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ച് കോൺഫിഡൻസ് ഒന്നുകൂടി ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഓസ്ട്രേലിയ ശരിക്കും തകരും. ആദ്യത്തെ 2 മത്സരങ്ങൾ വിജയിക്കുക എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെയധികം നിർണായകമായിരിക്കും. ഓസ്ട്രേലിയയെ സംബന്ധിച്ച് നല്ല രീതിയിൽ തളരാൻ സാധ്യതയുള്ളൊരു കാര്യം കൂടിയാണ്. സോ എന്തായാലും ഈ ഒരു കോൺഫിഡൻസ് ഫ്രണ്ടിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം മനസ്സിലാക്കി കമൻറ്റ് രേഖപ്പെടുത്തുക. ഇറ്റ്സ് മീ ഗോകുല സൈനിങ് ഔട്ട്. ബൈ ബൈ ഗൈസ്.